കൊണ്ടാട് ശ്രീ സുബ്രഹ്മണ്യ ഗുരുദേവ ക്ഷേത്രം പ്രതിഷ്ഠിതമായിട്ട് 2024 മാർച്ച് 28-ന് 100 വർഷം പൂർത്തിയാവുകയാണ്. 1924 സ്ഥാപിതമായ ശ്രീനാരായണ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 100 വർഷങ്ങൾക്ക് മുൻപാണ് കൊണ്ടാട് ശ്രീ സുബ്രഹ്മണ്യ ഗുരുദേവ ക്ഷേത്രം രാമപുരത്ത് സ്ഥാപിക്കപ്പെട്ടത്. SNDP യോഗത്തിന് ശാഖകളും യൂണിയനുകളുമൊക്കെ നിലവിൽ വരുന്നതിന് മുൻപാണ് ഈ കൊണ്ടാട്ടിൽ ക്ഷേത്രമുയരുന്നത്. പ്രതിഷ്ഠ നിർവഹിച്ചത് ഗുരുദേവ ശിഷ്യ പ്രമുഖനായിരുന്ന ശ്രീമദ് നരസിംഹസ്വാമികളാണ്. കൊപ്രത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള പ്രശസ്ത വാഗ്മികളുടെ സാന്നിധ്യവും പ്രഭാഷണങ്ങളുമൊക്കെ അന്നുണ്ടായിരുന്നു. ശ്രീനാരായണ സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് വണ്ടന്നൂർ ശ്രീ ഇട്ടിപ്പണിക്കരും സെക്രട്ടറി ചുള്ളിക്കാട്ട് ശ്രീ CR കേശവൻ വൈദ്യരുമായിരുന്നു. 1928-ൽ SNDP യോഗത്തിന് ശാഖകൾ നിലവിൽ വന്നപ്പോൾ ശ്രീനാരായണ സേവാ സംഘത്തിന്റെ പൊതുയോഗം വിളിച്ചു ചേർത്ത് സംഘടനയെ 161-ാം നമ്പർ ശാഖയാക്കി രൂപപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ക്ഷേത്രവും സ്വത്തുക്കളും SNDP ശാഖയുടേതായി തീർന്നു. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ഫെബ്രുവരി 17 ശനിയാഴ്ച മുതൽ 22 വരെ നടക്കുകയാണ്. ശാഖാ പ്രസിഡന്റ് ശ്രീ സുകുമാരൻ പെരുമ്പ്രായലിന്റെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുക. രാമപുരം SNDP ശാഖയുടെ കൊണ്ടാട് സുബ്രഹ്മണ്യ ഗുരുദേവ ക്ഷേത്രം സ്ഥാപിതമായിട്ട് 100 വർഷം പൂർത്തിയാകുകയാണ്. 1924 മാർച്ച് 28-നാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിതമായത്. ഈ 100 കൊല്ലം കൊണ്ട് എല്ലാ രീതിയിലും ഇത് വളർച്ചയുടെ പടവുകൾ കയറി ഇപ്പോൾ ഒരു മഹാക്ഷേത്രത്തിൻ്റെ നിലയിലേക്ക് വന്നിരിക്കുകയാണ്. 2007 ഒരു പുനഃപ്രതിഷ്ഠ നടന്നു. ആദ്യത്തെ ശ്രീകോവിൽ നിലനിർത്തിക്കൊണ്ട് രണ്ടാമതൊരു ശ്രീകോവിൽ കൂടി സ്ഥാപിച്ച് ശ്രീ സുബ്രഹ്മണ്യൻ്റെയും ഗുരുദേവ സ്വാമികളുടെയും 2 ശ്രീകോവിലുകളാണ് ഇപ്പോൾ ഉള്ളത്. 2024 ഫെബ്രുവരി 17 വൈകുന്നേരം 7:30-നും 8-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ തൃക്കൊടിയേറ്റാണ്. ഫെബ്രുവരി 22-ന് കുംഭപ്പൂയം ആറാട്ടും. അങ്ങനെ 6 ദിവസത്തെ ഉത്സവമാണ്. എല്ലാ ദിവസങ്ങളിലും ക്ഷേത്ര പൂജ ചടങ്ങുകൾ, ക്ഷേത്രോത്സവ ചടങ്ങുകൾ, വൈകുന്നേരത്തെ ദീപാരാധന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ, 10 മണി വരെ ഓരോ ദിവസവും ക്ഷേത്ര കലാ പരിപാടികൾ, പള്ളിവേട്ട ദിവസം മെഗാ ഗാനമേള, ആറാട്ട് വൈകുന്നേരമാണ് 6 മണിക്കാണ് ആറാട്ട് ഘോഷയാത്ര രാമപുരം അമ്പലം ജംഗ്ഷനിൽ നിന്നാണ് പോരുന്നത്. ഘോഷയാത്രയിൽ ആന, താലപ്പൊലി, മെഗാ പാണ്ടിമേളം അതുപോലെയുള്ള എല്ലാ ഉണ്ട്. 100 വർഷം തികയുന്നു എന്നുള്ള നിലയിൽ മാർച്ച് 28-ന് വളരെ പ്രധാനപ്പെട്ട രീതിയിലുള്ള ശതാബ്ദി സമ്മേളനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ശതാബ്ദി സമ്മേളനത്തിന് മുമ്പ് വരുന്ന രീതിയിലുള്ളതാണ് ഇത്തവണത്തെ ക്ഷേത്രോത്സവം. ഉത്സവത്തിൻ്റെ ചടങ്ങുകളിൽ ഈ രാമപുരം പഞ്ചായത്തിലെ 12 കരകളിൽ നിന്നുള്ള 17 കുടുംബ യൂണിറ്റുകൾ മുൻകൈയെടുത്താണ് ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത്. അതിനുള്ള രീതിയിൽ ഈ ശാഖയിൽപ്പെട്ടവർ തന്നെ ഒരു 10-40ഓളം കലാകാരികൾ, കുട്ടികൾ ഒക്കെ അവതരിപ്പിക്കുന്ന പരിപാടികളുണ്ട്. വേറെ രീതിയിൽ ഓട്ടംതുള്ളൽ പോലെയുള്ള ക്ഷേത്രകലകളുമുണ്ട്. ഈ വർഷത്തിൻ്റെ പ്രാധാന്യം 100 വർഷം തികയുന്നതിൻ്റെ പ്രാധാന്യം വച്ചുകൊണ്ട് പ്രത്യേകമായ രീതിയിലുള്ള ക്ഷേത്രോത്സവ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലെ തന്ത്രി മുഖ്യൻ, മേൽശാന്തി അവരുടെ ഒക്കെ നേതൃത്വത്തിലാണ് നാളെ കൊടിയേറ്റ് നടക്കുന്നത്. SNDP യൂണിയൻ്റെ യൂണിയൻ തലത്തിലുള്ള നേതാക്കന്മാരും എല്ലാവരും അവരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. പരിപാടികളിൽ നല്ല രീതിയിലുള്ള ഒരു സഹകരണം നാട്ടിൽ നിന്ന് ഇപ്പം ആയി കഴിഞ്ഞിരിക്കുകയാണ്. ആ രീതിയിൽ അതിൻ്റെ ഒരു തുടർച്ചയെന്നുള്ള രീതിയിലുള്ള പരിപാടികളാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് പ്രസാദകൂട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള ഒരു വിവേചനവും ഇല്ലാതെ എല്ലാവർക്കും ഉള്ള സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു നിലയിലാണ് ഈ ക്ഷേത്രം ഇതിൻ്റെ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രാധാന്യം ഇതിൻ്റെ ഭരണസമിതിയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ്.
ശ്രീ നാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഗുരുദേവ ചിത്രം ശ്രീകോവിലിൽ വിധിപ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ട അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. 2007 പറവൂർ ശ്രീധരൻ തന്ത്രികളുടെ പ്രശ്നവിധി പ്രകാരം ശ്രീ സുബ്രഹ്മണ്യന്റെയും ഗുരുദേവന്റെയും വിഗ്രഹങ്ങൾ 2 ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചതാണ് ഇപ്പോഴുള്ള ക്ഷേത്രം. ബ്രഹ്മശ്രീ സനത് തന്ത്രികളാണ് ക്ഷേത്രം തന്ത്രി. ബ്രഹ്മശ്രീ സന്ദീപ് ശാന്തികളാണ് ക്ഷേത്രം മേൽശാന്തി. നമ്മുടെ കുംഭമാസത്തിലെ പൂയ നക്ഷത്രം ആറാട്ടായി ആചരിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ കൊണ്ടാട് സുബ്രഹ്മണ്യ ഗുരുദേവ ക്ഷേത്രം. ഇപ്പോൾ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ ക്ഷേത്ര പരിസരം കൊടിയേറ്റോടുകൂടി ഈ ദേശവാസികൾക്കാകമാനം ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ് തുളുമ്പുകയാണ് ഇവിടെ. ഏറ്റവും പ്രധാനമായും കൊടിയേറ്റോടുകൂടി നമ്മുടെ ക്ഷേത്ര ചടങ്ങുകളെല്ലാം ആരംഭിക്കുകയാണ്. 21-ാം തീയതി പള്ളിവേട്ടയും 22-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ആറാട്ടുമാണ് നമ്മൾ ആചരിച്ചു വരുന്നത്. ഈ ക്ഷേത്രത്തിൽ വരുന്ന ഓരോ ഭക്തനും അവരുടേതായ ഓരോ അനുഭവങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്നതായ കാര്യസിദ്ധി പൂജയിലൂടെയാണ്. ഈ കാര്യസിദ്ധി പൂജ എല്ലാ 6 ചൊവ്വാഴ്ചയാണ് നടത്തുന്നത്. ഈ 6 ചൊവ്വാഴ്ച നടത്തുന്ന കാര്യസിദ്ധി പൂജയിൽ വന്ന് പങ്കെടുക്കുന്ന ആൾക്കാരുടെ എല്ലാം ഉദ്ദിഷ്ടകാര്യപ്രാപ്തി, എത്രയോ ആൾക്കാർ OET എഴുതി പുറം രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പോകുന്നതും, അതുപോലെ തന്നെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകുന്നതിനും, ജോലി കിട്ടുന്നതിനും, വിവാഹ തടസ്സങ്ങൾ വിട്ടുമാറുന്നതിനുമൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് കാര്യസിദ്ധി പൂജയും അതുപോലെ ഭഗവാന്റെ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള നെയ്വിളക്ക് പൂജയും ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം നടത്തി വരുന്നു. ഭഗവാൻ അഭീഷ്ടവരദായകനായി കുടികൊള്ളുന്ന സുബ്രഹ്മണ്യ സ്വാമി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ഭാവത്തിലാണ് ഇവിടെ നടത്തിയിരിക്കുന്ന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രതിഷ്ഠയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഇവിടെ ഈ ദേശവാസികൾക്ക് ആവോളം ഉണ്ടാകുന്നുണ്ട്. ഓരോ ആൾക്കാരോട് ചോദിക്കുമ്പോഴും അവരവരുടേതായിട്ടുള്ള ഒത്തിരി അനുഭവ കഥകൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ഒരു കാര്യസിദ്ധി പൂജ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ 6 ചൊവ്വാഴ്ച ചെയ്ത് തീരുമ്പോൾ ഈ തീരുന്ന മുറയ്ക്ക് തന്നെ അവരുടെ ആ കാര്യങ്ങൾ ഭഗവാൻ അവർക്ക് സാധിച്ചു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ ഓരോ ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ മുന്നോട്ടുള്ള ആ ഒരു സഞ്ചാരത്തിലും ഭക്തജനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകി ആ ഭക്തജനങ്ങളുടെ ആ അമ്പലത്തിൽ ഭഗവാന്റെ മുമ്പിൽ വന്ന് നിന്ന് തൊഴുതു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും ഇവിടെ വന്ന് പങ്കെടുക്കുന്നതായ എല്ലാവർക്കും ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വാചാലമായി തന്നെയാണ് ഭഗവാനെക്കുറിച്ച് സംസാരിച്ചു പോരുന്നത്. ഫെബ്രുവരി 22-ന് നടക്കുന്ന തിരുവാറാട്ട് വരെയുള്ള കൊണ്ടാട് ശ്രീ സുബ്രഹ്മണ്യ ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവ ചടങ്ങുകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. BMTV ന്യൂസ്, രാമപുരം.